എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. നല്ല ശമ്പളത്തിലാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത്. എൻട്രി ലെവൽ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 17 തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ആണ്. പ്രായപരിധി 32. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് in mechanical or electrical or instrumentation or electronics or civil or chemical engineering ആണ്. 5 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. വേക്കൻസി 175. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ആണ്. പ്രായപരിധി 35. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇന്റർ CA അല്ലെങ്കിൽ ഇന്റർ CMA പ്ലസ് ഗ്രാജുവേഷനാണ്. 5 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. വേക്കൻസി 25. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് വേസൈഡ് അമ്യൂണിറ്റീസ് ആണ്. പ്രായപരിധി 32. ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BMS അല്ലെങ്കിൽ BHM ആണ്. വേക്കൻസി 10. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സെക്രട്ടറി ആണ്. പ്രായപരിധി 32. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് +2 3 ഇയർ ഡിഗ്രി പാസ്സായിരിക്കണം. ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത്. 5 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. വേക്കൻസി 8. അടുത്ത പോസ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് ആണ്. പ്രായപരിധി 35. ക്വാളിഫിക്കേഷൻ വേണ്ടത് MSc കെമിസ്ട്രി ആണ്. എക്സ്പീരിയൻസ് 3 വർഷത്തെയാണ് വേണ്ടത്. 30 വേക്കൻസി ഉണ്ട്. അടുത്ത പോസ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. പ്രായപരിധി 35. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഇൻ ഹിന്ദി ആണ്. എക്സ്പീരിയൻസ് 3 ഇയേഴ്സ് വേണം. വേക്കൻസി 2. ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നു. അവിടെ വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഓക്കെ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സിവിൽ ആണെങ്കിൽ സിവിൽ, കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ, പെട്രോ കെമിക്കൽ. എക്സ്പീരിയൻസ് വേണ്ടത് 5 ഇയേഴ്സ് ആണ്. അതിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ മാനേജീരിയൽ ഓർ സൂപ്പർവൈസറി റോളായിരിക്കണം. ഏതൊക്കെ ഫീൽഡിലാണ് എക്സ്പീരിയൻസ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ തസ്തികയിലേക്കും നിങ്ങൾക്ക് OBC SC ST PWD എക്സ് സർവീസ്മെൻ്റൊക്കെ ആണെങ്കിൽ പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. ഇതുപോലെ ഓരോ പോസ്റ്റിലും എക്സ്പീരിയൻസ് വേണ്ടത് ഏതൊക്കെ ഫീൽഡിലാണെന്ന് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 17. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതിനായിട്ട് 10ാം ക്ലാസ്സിൻ്റെയോ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൂഫ്, മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ്. SC ST OBC EWS PWD ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി, ലേറ്റസ്റ്റ് 3 സാലറി സ്ലിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് BPCLൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ കാണും. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST PWD കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കി എല്ലാവർക്കും 1180 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. എല്ലാ കമ്മ്യൂണിക്കേഷനും മെയിൽ വഴിയായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ്, റിട്ടൺ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, കേസ് ബേസ്ഡ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇനി ശമ്പളം എത്രയാണെന്ന് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് സെക്രട്ടറി പോസ്റ്റ് ആണെങ്കിൽ 30,000 മുതൽ 1,20,000 വരെയാണ്
പെർ മന്ത് ശമ്പളം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 40,000 മുതൽ 1,40,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് 1 ഇയർ പ്രൊബേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.